വെൽക്കം ടു ജാൻസ്. നമ്മുടെ പുതിയ ചുരിദാറിന്റെ വീഡിയോ ആണ്. നമ്മുടെ ഡിസൈൻ ഇതാട്ടോ, എല്ലാം നല്ല ഡാർക്ക് ഷെയ്ഡ്സിലാണ് വന്നേക്കുന്നത്. ഓർഗൻസ സിൽക്ക് ആണ് ഫാബ്രിക്. ഇത് ശരിക്കും താഴത്തെ ബോർഡർ ആട്ടോ, നല്ല രസമുള്ളൊരു എംബ്രോയിഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത്. ലൈറ്റ് കോപ്പർ ഷെയ്ഡിലുള്ള ത്രെഡ് വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല രസമാട്ടോ ആ ഒരു ഫ്ലവർ ഡിസൈൻ കാണാനായിട്ട്. ദുപ്പട്ടയുടെ വൺ സൈഡിൽ സെയിം ഡിസൈൻ തന്നെ കൊടുത്തിട്ടുണ്ട്. നല്ലതായിട്ട് ഒതുങ്ങി, നോർമൽ ഓർഗൻസ പോലെയല്ല, കുറച്ചുകൂടി നമുക്ക് ഒതുങ്ങി കിടക്കുന്ന സൈസ് മെറ്റീരിയൽ ആട്ടോ, ഒരു സിൽക്കി ഫിനിഷ് കൂടെ കിട്ടും. അപ്പോൾ ഇതിന്റെ ബോട്ടം വിത്ത് ലൈനിങ് ഈ കൊടുത്തിട്ടുണ്ട് കേട്ടോ. സാറ്റിൻ സിൽക്ക് ആണ് ഫാബ്രിക്. അപ്പോൾ ഇതിന്റെ നമ്പർ വരുന്നത് D609, റേറ്റ് 1120 ആണ്. 1120. രണ്ടാമത്തെ ഷെയ്ഡ് ഇതാട്ടോ, നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡാണ്. എല്ലാം നല്ല കളേഴ്സ് ആട്ടോ, എനിക്ക് 6 ഷെയ്ഡ്സോളം ഉണ്ട്. അപ്പോൾ ഇതിന്റെ ഡിസൈൻ സെയിം തന്നെയാട്ടോ, ഇതുപോലെ വരും. താഴത്തെ ബോർഡറിലാണ് വരുന്നത്. മേളിലാണെങ്കിലും ഒരുപാട് അങ്ങനെ പ്ലെയിൻ ആയിട്ടല്ല, ചെറിയൊരു ഫ്ലവർ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എക്സ്ട്രാ തയ്ക്കുന്നവരോട് പറഞ്ഞാൽ ചെറിയൊരു ബട്ടൺ ഡിസൈൻ കൊടുത്താലും നല്ലതായിരിക്കും കേട്ടോ. ഇതിന്റെ ദുപ്പട്ടയുടെ വൺ സൈഡിലും നല്ല രസമുള്ള ഒരു ഫ്ലവേഴ്സ് ആണ് വരുന്നത്. ബോട്ടം വിത്ത് ലൈനിങ് ഉണ്ട്. നമ്പർ വരുന്നത് D610, റേറ്റ് സെയിം തന്നെയാണ് കേട്ടോ, 1120. നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രീൻ ഷെയ്ഡ് ആട്ടോ, ഒരു മെഹന്തി ഗ്രീൻ്റെ ഒക്കെ ഏകദേശം കളർ. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം തന്നെ ഡിസൈൻ ആണ് കൊടുത്തേക്കുന്നത്. ആ ഒരു വർക്കിനൊരു ഭംഗി നല്ല രസമുണ്ട് കേട്ടോ, മുഖത്തിന് ചേരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ദുപ്പട്ടയുടെ വൺ സൈഡിലും ആ സെയിം വർക്ക് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് D606. അടുത്ത ഷെയ്ഡ് നമുക്ക് ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് ഇതാട്ടോ. ഈ ഒരു കൂട്ടത്തിൽ കുറച്ച് ലൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡ്, പക്ഷേ ഇതിൻ്റെ അത് കാണുന്ന പോലെ കേട്ടോ, ഇച്ചിരി നല്ല കളറാണ്. ഒരു പീച്ചിൻ്റെ തന്നെ ഒരു പേസ്റ്റൽ ടൈപ്പ് കളർ എന്ന് പറയാം. ഇതിൻ്റെ അകത്തൊരു യെല്ലോ കളർ കൂടുതലായിട്ട് കാണിക്കുന്നത്. അത് ക്യാമറയുടെ ഇതിൻ്റെ വ്യത്യാസം കേട്ടോ. നേരിട്ട് കാണാൻ നല്ല രസമുള്ള ഷെയ്ഡ് തന്നെയാണ്. പിന്നെ അത് നമ്മൾ എത്ര നോക്കിയിട്ടും കറക്റ്റ് കളർ അങ്ങോട്ട് കിട്ടുന്നില്ല. പീച്ചിൻ്റെ ഒരു ഷെയ്ഡ് കണക്ക് കൂട്ടിയാൽ മതി. ഞാൻ നോക്കട്ടെ, പറ്റുവാണെങ്കിൽ അതിൻ്റെ കളർ ഏകദേശം വരുന്നത് ഞാൻ കൊടുത്തേക്കാം. പിന്നെ ദുപ്പട്ടയ്ക്കകത്തും സെയിം വർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നമ്പർ വരുന്നത് D607, റേറ്റ് 1120. ഇതിൻ്റെ അടുത്ത ഷെയ്ഡ് നല്ലൊരു വൈൻ കളർ കേട്ടോ. ഇതും നല്ല അടിപൊളി കളറാണ്. ഡിസൈന് വ്യത്യാസമൊന്നുമില്ല കേട്ടോ. ഇതാണ് വർക്ക് വരുന്നത്. നല്ല ലെങ്ത്തും കിട്ടുന്ന മോഡൽ. അത് മടക്കി വെച്ചേക്കുന്ന അത്യാവശ്യം ഒരു 48 ഒക്കെ ലെങ്ത് കിട്ടും. ദുപ്പട്ടയ്ക്ക് നല്ല ലെങ്ത് ഉണ്ട്. ബോട്ടം വിത്ത് ലൈനിങ് ആണ്. നമ്പർ വരുന്നത് D611, റേറ്റ് 1120. നമുക്ക് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു ബ്ലൂ കളർ കേട്ടോ. ചെറിയൊരു വേരിയേഷൻ ഇതിൻ്റെ അകത്തുണ്ട്. നേരത്തെ കാണാനാണ് കുറച്ചൊരു നല്ല ഷെയ്ഡ്. ബാക്കി ഡിസൈനും കാര്യങ്ങളൊക്കെ സെയിം തന്നെ. ഏകദേശം ഒരു ടീൽ ബ്ലൂവിൻ്റെ കുറച്ച് തെളിച്ചുള്ള നല്ല കളർ എന്ന് പറയാം. ദുപ്പട്ടയ്ക്കകത്തെ വർക്ക് ഇതാ കേട്ടോ. വൺ സൈഡിലാണ് ആ ഒരു എംബ്രോയിഡറി വർക്ക് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല ഒതുങ്ങി കിടക്കുന്ന ഓർഗൻസ സിൽക്ക് ആയിരുന്നു, നല്ല ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. ബോട്ടം വിത്ത് ലൈനിങ് സാറ്റിൻ സിൽക്കിലാണ്. നമ്പർ D608, റേറ്റ് 1120 മാത്രമേ ഉള്ളൂ, 1120.